നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ സഖാക്കളെല്ലാം കൂട്ടത്തോടെ കുത്തിയിരുന്ന് ആര്യ രാജേന്ദ്രനെ സ്മരിക്കുകയാണിപ്പോൾ. ഇതുവരെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയിരുന്ന കോർപ്പറേഷൻ കൊണ്ടുപോയി തുലച്ചവള് കാരണം പണി ഓരോന്നായി മേടിച്ചു കൂട്ടുകയാണല്ലോ എന്ന് സഖാക്കൾ കരയുന്നു. പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ R. ശ്രീലേഖ ഉത്തരവിട്ടതിന്റെ നാണക്കേടിലാണ് CPM ഇപ്പോൾ. പ്രശാന്ത് ശ്രീലേഖ പോര് മുറുകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ആകുന്നത് ആര്യ രാജേന്ദ്രനുമാണ്. BJPയുടെ ഐശ്വര്യം, തലസ്ഥാനത്തെ സഖാക്കളുടെ അന്തക ആര്യ രാജേന്ദ്രന് നല്ല നമസ്കാരമെന്നാണ് ട്രോളുകൾ. ചില ഗ്രൂപ്പുകളിൽ നിറയുന്ന ട്രോൾ മുൻ മേയർ ബ്രോയോട് ആര്യ എന്നാ പിന്നെ ആ MLA ഓഫീസ് അങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്ക് കേട്ടോ, മിണ്ടിപ്പോകരുത്, നീ ഒറ്റ ഒരുത്തിയായി ഈ ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന തരത്തിലേക്കും ട്രോളുകൾ വരുന്നുണ്ട്. ഇനി എന്നാണോ അവന്മാർ AKG സെന്ററും കൊണ്ടുപോകുന്നത് എന്ന് ആര്യയെ വലിയ രീതിയിൽ സൈബർ ഇടത്തിൽ ട്രോളി കൊല്ലുകയാണ് എല്ലാവരും കൂടി. എന്നാൽ ട്രോളന്മാരുടെ തെറിവിളിയേക്കാൾ ആര്യ രാജേന്ദ്രനെ പൊള്ളിക്കുന്നത് CPM സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന വിമർശനവും പുളിച്ച തെറിവിളിയുമാണ്. കോർപ്പറേഷൻ കൊണ്ടുപോയി BJPക്ക് കൊടുത്തത് ആര്യ രാജേന്ദ്രന്റെ പിടിപ്പുകേടാണ്. ഇപ്പോൾ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ പറഞ്ഞതിന്റെ കാരണക്കാരിയും ആര്യ തന്നെയാണ്. ഇനി 5 വർഷം BJPയുടെ ഈ അഹങ്കാരം കാണണമെന്നും എല്ലാം വരുത്തിവെച്ചത് ആരെയാണെന്നും സൈബർ കമ്മികൾ കലിയിളകുകയാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലം CPM മൂക്കും കുത്തി വീണപ്പോൾ, കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയപ്പോൾ മുതൽ ആര്യ രാജേന്ദ്രന് നേരെ വലിയ രീതിയിലായിരുന്നു CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇളകി ഇറങ്ങിയത്. ആര്യയ്ക്ക് ഒരു ദയാദാക്ഷിണ്യവും ഇവർ കൊടുത്തില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതിര് കടന്നു പോകുന്ന തെറിവിളിയിലേക്കും വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ആര്യ രാജേന്ദ്രൻ തകർന്നടിഞ്ഞ് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു ആ സമയങ്ങളിലെല്ലാം. തോൽവിയുടെ ക്ഷീണം പോലും മാറിയിട്ടില്ല. അതിന്റെ കൂടെയാണ് അടുത്ത അടിയും ഇപ്പോൾ ആര്യക്കിട്ട് കിട്ടുന്നത്. തിരുവനന്തപുരം കൊണ്ടുപോയി തൊലച്ചിട്ട് ഇനി കോഴിക്കോട്ടേക്കും കൂടി ചെന്ന് കയറ്, അവിടെയും കുളം തോണ്ടാനാണ് ഭാവമെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ള വിമർശനങ്ങളും സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വന്നിരുന്നു. സൈബർ ഗ്രൂപ്പുകളിൽ മാത്രമല്ല, ആര്യ രാജേന്ദ്രനെ മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിക്കുകയും പൊതുമധ്യത്തിലേക്ക് വന്നു നിന്ന് വിമർശനം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ആര്യ രാജേന്ദ്രന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം രാഷ്ട്രീയ ഭാവി അസ്തമിച്ച അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേമത്തെ സീറ്റ് നോക്കി വെള്ളമിറക്കിയ ആര്യയ്ക്ക് ഇനി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നിൽക്കാൻ കഴിയുമോ? ഇവർ സീറ്റ് കൊടുക്കുമോ? സീറ്റ് കൊടുക്കാൻ അണികളും മറ്റു നേതാക്കളും അനുവദിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആര്യയ്ക്ക് വലിയ ധാർഷ്ട്യമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ധാർഷ്ട്യത്തിനും കൂടിയാണ് കോർപ്പറേഷനിൽ നിന്ന് CPMന് തിരിച്ചടി കിട്ടിയത്. ആര്യയുടെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ BJPക്ക് വഴിയൊരുക്കി കൊടുത്തു എന്ന് വേണം പറയാൻ. അതായത് ജനങ്ങളെ പൂർണ്ണമായും വെറുപ്പിച്ചതിന്റെ ഒരേ ഒരു ഉത്തരവാദി ആര്യ രാജേന്ദ്രനാണ്. ആര്യയുടെ അഹങ്കാരവും ധാർഷ്ട്യവും തന്നെയാണ് കോർപ്പറേഷൻ ഭരണം കയ്യിൽ നിന്ന് പോകാൻ കാരണമെന്ന് പല നേതാക്കളും പച്ചയ്ക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിൽ ആര്യ വിഷയം വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. നേതാക്കൾ വലിയ വിമർശനവും ഉന്നയിച്ചിരുന്നു. ഇത് മാത്രമല്ല, ആര്യ മേയർ കസേരയിൽ ഇരുന്ന കാലത്ത് പല അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും ഇതിലെല്ലാം അന്വേഷണം നടത്തണമെന്നും VV രാജേഷും പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ തലസ്ഥാനത്തെ പല നേതാക്കളും വെള്ളം കുടിക്കും. കോർപ്പറേഷനിൽ പിൻവാതിൽ നിയമനങ്ങൾ ആര്യയുടെ കാലത്ത് തകൃതിയായിരുന്നു. കൂടാതെ നഗരത്തിലെ ഉന്നതന്മാർക്ക് വഴിവിട്ട് പലതും ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ആര്യയുടെ കാലയളവിൽ നടന്നിട്ടുള്ള അനധികൃത ഇടപാടുകളിലെല്ലാം അന്വേഷണം ശക്തമാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ആര്യയെ മുന്നിൽ നിർത്തി വൻ സാമ്പത്തിക ക്രമക്കേടുകൾ CPM ഉന്നതന്മാർ നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പേടിച്ചരണ്ടിരിക്കുകയാണ് നേതാക്കന്മാർ. ഒരു അന്വേഷണം വന്നാൽ പെട്ടുപോകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. വീണ്ടും അഴിമതി ആരോപണത്തിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അടപടലം നിയമസഭയിലും വീഴും എന്നുള്ള ഭയം നേതാക്കന്മാർക്കുണ്ട്. അപ്പോഴാണ് ഒരറ്റത്തൂന്ന് ശ്രീലേഖ ആദ്യ ബോംബ് പൊട്ടിച്ചത്. ഇതിനെല്ലാം കാരണക്കാരി ആരെയാണെന്ന വൈരാഗ്യത്തിലാണ് തലസ്ഥാനത്തെ CPM നേതാക്കൾ. പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയാൻ ശ്രീലേഖ ഉത്തരവിട്ടതിന് പിന്നാലെ കലിതുള്ളി ഇറങ്ങിയിരിക്കുകയാണ് CPM നേതാക്കൾ. ശ്രീലേഖയുടെ രംഗപ്രവേശം ഗംഭീരം. ഇത്ര അഹങ്കാരം പാടില്ല. സർവീസ് കാലത്ത് നടത്തിയ മനുഷ്യവിരുദ്ധതയുടെ തുടർച്ചയെന്നാണ് കടകംപള്ളി വിമർശനം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞത്. ശാസ്തമംഗലത്തെ വോട്ടർമാർക്ക് തെറ്റുപറ്റി. ഈ അഹങ്കാരം 5 വർഷം സഹിക്കണമെന്നും കടകംപള്ളി വിമർശനം ചൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല. കടകംപള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂര തെറിവിളിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും CPMന്റെ അത്ര ധാർഷ്ട്യം ഇല്ല എന്നായിരുന്നു കടകംപള്ളിക്ക് ഇതിനുള്ള മറുപടി. പറ്റിയ ആളാണ് അഭിപ്രായം പറയുന്നത്. ശബരിമല മൊത്തം അടിച്ചു മാറ്റിയ കള്ളൻ.
ഇനിയിപ്പോ അവരൊക്കെ കൂടി അല്പം അഹങ്കരിക്കട്ടെ സഖാവേ. വീടിന്റെ ഉമ്മറത്ത് ഒരു ചാരു കസേരയൊക്കെ ശരിയാക്കിയിട്ട് ഒന്ന് വിശ്രമിക്കൂ. ചിലപ്പോൾ വിശ്രമം ജയിലിലാകാനും സാധ്യതയുണ്ട് എന്നുള്ള വിമർശനവും വരുന്നു. അണ്ണൻ സ്വർണം കട്ട കേസിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ കോർപ്പറേഷൻ വാടകയ്ക്ക് കൊടുത്ത മുറി ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞതിൽ എന്ത് അപരാധമാണ് ഉള്ളത്? ശബരിമലയിൽ നിന്ന് കട്ട സ്വർണവും പണവും തിരിച്ചു കൊണ്ടുവെക്കുക, എന്നിട്ടാകാം വാചകമടിയെന്ന് കടകംപള്ളി സുരേന്ദ്രനും വിമർശനം വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളാണ് ഈ വിഷയത്തിൽ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രശാന്ത് ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള ശ്രീലേഖയുടെ ആവശ്യത്തെ പിന്തുണച്ചും എതിർത്തുമൊക്കെ വലിയ കടിപിടിയും തെറിവിളിയുമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയും CPMും തമ്മിൽ കനത്ത പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിനിടെ ശ്രീലേഖയെ വലിയ രീതിയിലാണ് സൈബർ ഇടത്തിൽ CPMകാർ ഇപ്പോൾ തെറി വിളിക്കുന്നത്. ശ്രീലേഖയുടെ അഹങ്കാരം ഇവിടെ ഇറക്കണ്ട എന്നും അധിക നാൾ ഇതിങ്ങനെ വാഴിക്കില്ല എന്നുമൊക്കെയുള്ള മറുപടികളുമായിട്ട് CPMകാരും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ CPMകാർക്ക്, തിരുവനന്തപുരത്തെ CPMകാർക്ക് ഇപ്പോൾ BJP കൊടുക്കുന്ന മറുപടിയും, ഒരുത്തിയുടെ അഹങ്കാരം നിർത്തലാക്കാൻ നിങ്ങളൊന്ന് തുനിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ കോർപ്പറേഷൻ ഇപ്പോഴും കയ്യിലിരുന്നേനെ എന്നൊക്കെയുള്ള ആരെയെ വിമർശിച്ചുകൊണ്ടുള്ള ചില മറുപടികളും CPMന് കൊടുക്കുന്നുണ്ട്. ശ്രീലേഖ പറയുന്നത് താൻ ഏറ്റവും മര്യാദയോടുകൂടിയാണ് പ്രശാന്തിനോട് സംസാരിച്ചതെന്നും തനിക്ക് സ്വന്തമായി ഓഫീസും സൗകര്യവും ഇല്ലാത്തതിനാൽ MLA ആ ഓഫീസിൽ നിന്ന് മാറി തരണമെന്നുമാണ് ആവശ്യപ്പെട്ടതെന്നും ശ്രീലേഖ പറയുന്നു. എന്നാൽ പ്രശാന്താണ് ഇതിനെ വലിയ രീതിയിൽ ഒരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ച് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനെ തെറ്റായ രീതിയിലേക്ക് വലിച്ചിഴച്ചത് എന്ന് ശ്രീലേഖ പറയുന്നുണ്ട്. തന്റെ വാർഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് വിട്ടുതരണമെന്ന് ശ്രീലേഖ ഫോണിലൂടെ MLAയോട് ആവശ്യപ്പെടുകയായിരുന്നു. നിലവിൽ കൗൺസിൽ തീരുമാനപ്രകാരം വാടക കരാറിലാണ് VK പ്രശാന്തിന്റെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത വർഷം മാർച്ച് വരെ കരാർ കാലാവധി നിലനിൽക്കെയാണ് കൗൺസിലറുടെ അപ്രതീക്ഷിത നീക്കം. ഇതിന് പ്രശാന്ത് കൊടുത്തിരിക്കുന്ന മറുപടി കാലാവധി കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നാണ്. എന്നാൽ ഈ വിഷയം ഇപ്പോൾ പ്രശാന്തിന്റെ കയ്യിൽ നിന്നാണ് വഷളായത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടുകയും അതുപോലെ കൗൺസിലർ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് കാണിച്ചത് എന്നൊക്കെ പ്രശാന്ത് വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് CPMന്റെ പല ഉന്നത നേതാക്കളും ശ്രീലേഖയെ വിമർശിച്ചുകൊണ്ട് ഇവർക്ക് അഹങ്കാരമാണ്, ഇനി അധികം വാഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനത്തിലേക്കും എത്തിയത്. എന്നാൽ ശ്രീലേഖ പറയുന്നുണ്ട് താൻ ഏറ്റവും മര്യാദയോടുകൂടിയാണ് സംസാരിച്ചതെന്നും തന്റെ ബുദ്ധിമുട്ടുകൾ പ്രശാന്തിനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്തതെന്നും ഒക്കെ ഇപ്പോൾ ശ്രീലേഖ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു പോരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയതോടുകൂടി വലിയ രീതിയിൽ എതിർത്ത് നിൽക്കുകയാണ് CPM. BJP ആകട്ടെ അവർക്ക് ഇതുവരെ കിട്ടാത്ത ഒരു നേട്ടം കൈവരിച്ചതിന്റെ ആവേശത്തിലുമാണ്. അതുകൊണ്ട് ഇനിയുള്ള 5 വർഷക്കാലം CPMന് കുരുപൊട്ടുന്ന പലതും BJP കോർപ്പറേഷൻ ഭരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇതിനിടയിലാണ് ആര്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ നടന്നിട്ടുള്ള അഴിമതികളിലും ക്രമക്കേടുകളിലും ഒക്കെ അന്വേഷണം വരുമെന്നും അത്തരത്തിൽ ഉള്ള അന്വേഷണത്തിലേക്ക് പോകുമെന്നും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആരെയും മറ്റ് CPMന്റെ ഉന്നതരും ഉൾപ്പെടെ അടപടലം തൂങ്ങുമെന്നും ഒക്കെയുള്ള BJPയുടെ ഭീഷണിയും വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.